ആനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ സ്വഭാവം നോക്കിയിട്ട് വേണം ഓടാൻ. ചിലത് ഓടിക്കും, ചിലത് തിരിച്ചു പോകും. നമ്മൾ കണ്ടിരുന്നു അത് കണ്ടാൽ തന്നെ അറിയാം. മുമ്പ് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ എന്തൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ? ഞാൻ ആന, കാട്ടുപോത്ത്, മാന്, മാവ്, ചെന്നായുണ്ട്, ലപ്പേര് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ചെന്നായി വൈൽഡ് ഡോഗ്. വൈൽഡ് ഡോഗ് ആനയൊക്കെ ഒരു പ്രാവശ്യം ഓടിച്ചിട്ടുമുണ്ട്. ഉണ്ടല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള മാസങ്ങൾ ഏതാ? നമുക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി പകുതി വരെ. അതാണ് കാടും കുറച്ചൊരു പച്ചപ്പാവും. എല്ലാ മൃഗങ്ങളും മിക്കതും കാണാം. ആനയൊക്കെ റോഡ് സൈഡിൽ തന്നെ കാണാം. ഇപ്പം ഈ ഡ്രൈ ആയില്ലേ, 2-3 മാസം തന്നെ അങ്ങനെ ആയിരിക്കും. ഇതൊരു മഴ പെയ്യുമ്പോൾ ഇതെല്ലാം പച്ചയാവും. ഇതെല്ലാം മൊത്തം പച്ചയാവും. അപ്പോൾ സൈറ്റിങ്ങിന് സാധ്യത കൂടുതലാണ്. സൈറ്റിങ് കൂടുതലാണ്. ഇപ്പം ഈ ചൂട് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും എല്ലാ മൃഗങ്ങളും റെസ്റ്റിങ്ങിന് ഇറങ്ങും. പിന്നെ വൈകുന്നേരം പിന്നെ ഇറങ്ങുന്നു. ഉച്ച സമയത്ത് ഒന്നിനും കാണത്തില്ല. ലെപ്പേഡിനെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ലെപ്പേഡിനൊരു 6-7 പ്രാവശ്യം മുകളിൽ കണ്ടു. ഈ ലെപ്പേഡ് സാധാരണ നമ്മളെ കാണുമ്പോൾ ഓടിപ്പോകത്തില്ല. അത് അങ്ങനെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? നിന്ന് കിട്ടത്തില്ല. കാണുമ്പോൾ വിട്ടുപോകും. പകലാന്ന് കണ്ട രാത്രില്ല? പകലല്ലേ? എത്ര മണിക്കൊക്കെ ആയിരിക്കും? കാലത്ത് വൈകുന്നേരമായിട്ട് ഒരു 5 മണിയൊക്കെ സമയത്ത്. കാലത്ത് മിക്കത് 9 മണി 8 മണി ആ സമയത്ത് കണ്ടു. ഇങ്ങനെ റോഡിലാണോ അതോ പാറപ്പുറത്ത്? വാസ്റ്റ് അവർ വെച്ചിട്ട് 2 പ്രാവശ്യം കണ്ടു. ഒരു കാട്ടിനകത്ത് പോയിട്ട്. ടൈഗറിനെ കണ്ടോ? ആകെ ഒരു പ്രാവശ്യം കണ്ടു. ഇവിടെ നമ്മുടെ മെയിൻ റോഡില്ലേ, അവിടെ നൈറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. ബൈക്കിങ്ങിന് ഇപ്പം പെട്ടെന്ന് ചാടിപ്പോയി. അത് മാത്രമേ ആകെ കണ്ടുള്ളൂ. നമ്മൾ അപ്പുറത്ത് ടൈഗർ റിസർവ് ആണല്ലോ, ആനമല ടൈഗർ റിസർവ് ആണല്ലോ. ഇടയ്ക്ക് ഇങ്ങനെ വരും പോകും. ഇങ്ങനെ നമ്മൾ താഴത്ത് 9-6 പോകുന്ന വഴിക്ക് മിക്ക രാത്രി കാലങ്ങളിലൊക്കെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ലെപ്പേഡ് ഉണ്ടാവില്ലേ? ലെപ്പേഡ് ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ഇടയ്ക്ക് വന്ന് പോകും. അങ്ങനെ ഉള്ളു. ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ വന്നു പോകുന്നതിൻ്റെ അടയാളം മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ വെച്ച് ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല. ഓ, ഇന്നും കാണാൻ തമിഴ്നാട് ബോർഡർ കയറി കടുവെല്ലാം വന്നാലോ? അത് പറയാൻ പറ്റില്ല. ഇത് നക്ഷത്രയാമയല്ലയോ? ഇത് നക്ഷത്രയാമയല്ലേ? അതന്നെ. ഇത് കണ്ടില്ലയോ? നക്ഷത്രയാമ അടുത്ത് കിടന്നിട്ട് കാണാതെ പോവാ. ജീവനുണ്ട്. ഇതൊക്കെ റെയർ സൈറ്റിങ്ങാ. നക്ഷത്രയാമ നമ്മുടെ ഈ കാട്ടിനകത്ത് വരുന്ന കേരള കാണുന്ന റെയറാണ്. അത് പൂവാണ്. പൂവല്ല, മരത്തിൻ്റെ. ഇത് നക്ഷത്രാമ ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ ഈ ചാഞ്ചലി മാത്രമേ കാണത്തുള്ളൂ ആകെ. പിന്നെ കാണുവാണെങ്കിൽ എപ്പോഴെങ്കിലും അപൂർവമായിട്ട് കിട്ടുന്നത് നക്ഷത്രാമ. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഞാനിപ്പോൾ ഒരു ഈ 3 വർഷത്തിലുള്ള ഒരു 6 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതിൽ കൂടുതൽ കണ്ടിട്ടില്ല. ഇത് 6ാമത്തെ പ്രാവശ്യം. ഇത് 6ാമത്തെ പ്രാവശ്യം. പിന്നെ ഇതൊക്കെ പിന്നെ കണ്ടിട്ടുള്ള ചെറിയ കുഞ്ഞമാര. ഇതാണ് ഏറ്റവും വലുത്. ആണല്ലേ? റെയറായിട്ട് കിട്ടുന്ന സാധനം തന്നെ. വാലുണ്ടോ? വാലുണ്ടോ?